ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നൊന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോയാണ്. നമ്മുടെ ഇവിടെ പൊന്നാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കായലുണ്ട്. ആ കായൽ ഞങ്ങൾ ചൂണ്ടയിടാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റിക്കൊക്കെ കൊണ്ടുപോകാൻ പോവുകയാണ്. പിന്നെ ഒരു കൈച്ചൂണ്ട ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം കരിമീനൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു സ്റ്റിക്കാണ്. അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു തന്ത്രപൂർവ്വം ഞാൻ ഈ സ്റ്റിക്കിൽ ഒരു വടി ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഉണ്ടോ? അതാകുമ്പോൾ നമുക്കിങ്ങനെ ടങ്കീസൊക്കെ ചുറ്റി വെക്കാൻ പറ്റും. അതിൽ മറ്റേത് നമുക്ക് ചുറ്റാൻ പറ്റത്തില്ല. റീലില്ലാത്ത കാരണം ചുറ്റാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു വടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടങ്കീസ് അതായത് ചുറ്റി വെക്കാൻ പറ്റും. അതിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, മക്കളെ വാ, നമുക്ക് പോയാലോ, ചൂണ്ടയിടാൻ പോവാം. വാ, റെഡിയാവും. അപ്പോൾ എന്നാൽ പോകാം. ബൈക്കെട്, നമുക്ക് പോയേക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കായലിൽ ചെന്നിട്ട് ബാക്കി എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ്. ഇത് ഞാൻ തീറ്റയെന്ന് നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കേട്ടോ. ഞാൻ മൈദ ആണ് എടുത്തിരിക്കുന്നത്. ഈ മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പയും ആയിട്ട് കപ്പ പുഴുങ്ങിയിട്ട് മിക്സിക്കകത്ത് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ കപ്പക്ക് നല്ല പശ ഉണ്ടാവും. അത് ഈ മൈദ ആയിട്ട് കുഴച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല പശപ്പാട്ടാ, മീനൊന്നും വിട്ടു പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ മൈദയും അതായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പോയിട്ട് വരാം. അവിടെ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അന്നേരം നമുക്ക് ചൂണ്ട എടുത്തോ. 2 ചൂണ്ട ഞങ്ങൾ, ഇത് പനയുടെയാണ് കേട്ടോ, പനത്തണ്ടാണ്. ആ പനത്തണ്ട് വെട്ടി ഞങ്ങൾ വെയിലത്ത് വെച്ച് എണ്ണയൊക്കെ തൂത്ത് വെയിലത്ത് വെച്ച് ഉണക്കി സെറ്റാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ആ സ്റ്റിക്ക് കാണിച്ചത്. ഇത് അത്യാവശ്യം നല്ല സ്റ്റിക്കാണ് കേട്ടോ. ഇത് നല്ല നീളമുള്ളതാണ്. കണ്ടോ? ഇത് ഇപ്പോൾ ഒന്ന് യാസിനെ വാടാ. വാ, ബാഗ് കൈ പിടിച്ചോ നീ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇത് ഞങ്ങളുടെ കായലിലേക്ക് പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എങ്ങനെയുണ്ട്? പക്ക സ്ഥലമല്ല, അടിപൊളിയാണ്. അവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. താമര എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ഒരു റിസോർട്ടുണ്ട്. അതിൻ്റെ പറ്റിയാണ് ഈ കായൽ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല സെറ്റപ്പ് സ്ഥലമാണ്. ആയിവാ, വളവ് കണ്ടാ. എൻ്റെ യാസിനെ ഒത്തിരി ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോടാ. ഇവിടെ എങ്ങനെ വന്നാലും ഒരു 10-35 പേര് ഡെയിലി ചൂണ്ടയിടാൻ കാണും കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ, നല്ല അടിപൊളി ഏരിയയാണ്. ഈ കാണുന്നതാണ് കേട്ടോ റിസോർട്ട്. ഇത് താമര റിസോർട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട, നല്ല ലൈവല്ലേ? അയ്യവ, പക്ക. കണ്ട, ഇതാണ് റിസോർട്ട്. റിസോർട്ടിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. കണ്ട, നല്ല മനോഹരമായ പച്ചപ്പ്. കണ്ട, അടിപൊളി. അയ്യവ, എന്താ ലുക്ക് നോക്കിയാൽ. നമുക്ക് ഇങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല കേട്ടോ. ഞങ്ങൾ ഈ സൈഡിൽ നിന്നും ചൂണ്ടയിടുന്നേ ഉള്ളൂ. അകത്തേക്ക് നമുക്കൊന്നും കയറാൻ പറ്റത്തുന്നില്ല. മുമ്പ് ഞങ്ങളിവിടെ വന്നൊക്കെ കുളിച്ച് സെറ്റപ്പ് ആയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. കുളിയും കളിയും ഫുട്ബോൾ കളിക്കുന്നൊക്കെ ഗ്രൗണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഞങ്ങൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. യാസീൻ, എടാ ഇറാ മോനെ ചൂണ്ട. ഇപ്പോൾ തന്നെ അതെ, നമ്മുടെ യാസിൻ ചൂണ്ടയിടാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. അല്ലാഹു പോലെ ഇന്ന് മീൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞാണ് പോന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന്. എത്ര മീൻ പിടിക്കുമെന്നാടാ നീ പറഞ്ഞത് യാസിനെ? പിടിച്ചാൽ മതി. പിടിക്കുവാനുണ്ടത്. എടാ അങ്ങോട്ട് ചൂണ്ട കാണില്ല. ഇതേ അവൾക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ചെറുതാണല്ലോ, ഒരുപാട് വലുപ്പമൊന്നും ഇല്ല. ചെറിയ കരിമീനാണ്, കരിമീൻ്റെ കുഞ്ഞെന്ന് പറയാം കേട്ടോ. അയ്യോ, ഒരെണ്ണം കൊത്തിയിരുന്നെങ്കിൽ. കൊത്തട്ട തീറ്റയെല്ലാം അടിച്ചോണ്ട് പോവുക കേട്ടോ. നല്ല കൊത്താണ്, പക്ഷേ കിട്ടിവനെ ഒരു കരിമീൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. എൻ്റെ പോന്നെ, ഇതൊരു 1/2 കിലോ ആയിരുന്നെങ്കിൽ ഒരെണ്ണം കിട്ടിയത്. ഇതൊരു 1/2 കിലോ ഒന്നും ഇല്ല. ഇത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം കഷ്ടിച്ചുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. വലുത് 5 എണ്ണം കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. എന്തായാലും കിട്ടിയത് കിട്ടി. നമുക്ക് ഈ കവറിനകത്തോട്ട് ഇടാം.
ഇപ്പോൾ 2-3 പിടിച്ചതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതാണ്. ഇപ്പോൾ നമുക്ക് 2-3 കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വലുതൊന്നുമല്ല, ചെറുതാണ്. ആടിസൊക്കെ അങ്ങനെ നമുക്ക് ഒരു പരൽ കിട്ടിയിരിക്കുകയാണ്. കണ്ട അത്യാവശ്യം വലിയ പരലാണ്. വലിയ കുഴപ്പമില്ല. ഇതേപോലത്തെ ഒരു 5-8 അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പൊരിച്ചടിക്കാടാ യാസീനവനെ. കിടക്ക് മോനെ അവിടെ, പിടക്കല്ലേ എൻ്റെ പൊന്നോ. അങ്ങനെ വീണ്ടും നമുക്കൊരു കരിമീൻ കിട്ടിയിരിക്കുകയാണ്. കണ്ട അതും വലിയ ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അങ്ങനെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ വല വീശാനും ചൂണ്ടയായിട്ടൊക്കെ ഒരു 10-35 ആൾക്കാർ ഡെയിലി കാണുന്നതാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് മീനൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വീടെത്തും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടാ കറിക്കുള്ള മീൻ കിട്ടി കേട്ടാ. ഉമ്മ വാദിക്കാൻ ഇപ്പോൾ ഉണ്ട് കേട്ടാ. വാമ്മ കാണിച്ചു തരാം ഇന്നത്തെ മീൻ പിടുത്തം. ഇന്ന് ഞങ്ങൾക്ക് കറിക്ക് കിട്ടിയ മീനാണ് ചൂണ്ടയിട്ട്. കരിമീനാണ്. കരിമീനുണ്ട്. കരിമീൻ നല്ല വലുതായി വന്നതേ ഉള്ളൂ കരിമീൻ. പിന്നെ പരലുണ്ട്.